ശനിയാഴ്ചത്തെ കഷ്ടപ്പാട് കണ്ടു നിങ്ങൾ നമ്മളെ കഷ്ടപ്പാടൊന്ന് കണ്ടുനോക്കി. സുരേഷ് ഏട്ടന്റെ പാണ്ടിലോറിയിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അത് കോഴിക്കോട് വല്യങ്ങാടി പോണ വൈക്കണ്ടിൽ ഫറോക്ക് പാർക്ക് മിന്നി തെളഞ്ഞു. ചെറുവണ്ണൂർ എത്തിയപ്പോൾ പാണ്ടിലോറി കുണ്ടിച്ചാത് അതിലെ ഞാനും ചാടി. അവിടെ പാലമണി നടക്കണോണ്ടോ ചാടിയല്ലേ നമ്മൾ ചാടൂലേ. അസീബ് വാശു ബൈക്കുമേൽ പോകണം, അതിന്റെ സൈഡിൽ കൂടെ അതാ ട്രെയിന് പോകണം, ഞാൻ പുറത്തു കൂടി പോകണം. അതാ കടലും കാണുന്നു, ഞാൻ പുറത്തു കൂടി പോകണം. എന്തപ്പോ കഥ? ഒരു വൈക്ക് കടലും ഒരു വൈക്ക് ട്രെയിനും ഒരു വൈക്ക്. അങ്ങനെ ഞങ്ങൾ വല്യങ്ങാടി എത്തി. വല്യങ്ങാടി തേരാപ്പാര നടക്കാൻ വന്നതല്ല, കണ്ടോ പൈസ എറിഞ്ഞ് ഡബിൾ ആക്കുന്ന കളി. ഇതാണ് നമ്മൾ ആ പറഞ്ഞ പരിപാടി. അസീബാക്കണ കാക്കാണോ കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നു. നമ്മളിതാ ലോറിയിൽ ലോഡ് കയറ്റി ഒതുക്കി വെക്കുന്നു. നയിപ്പൻ അത് കാണില്ലെങ്കിൽ ചെക്കനെ കാട്ടി കൂട്ടുന്ന ചാക്കിട്ട് എറിയ അയക്ക് കയറ്റാളൊക്കെ കയറ്റിയതിനു ശേഷം ഡ്രൈവറൊക്കെ ലോറി ക്ലോസ്. ആ ക്ഷീണമാറ്റൻ ആശു നെല്ലിക്ക തിന്നിന് കാക്കാന്റെ ഉപ്പും നാരങ്ങ പിഞ്ചിക്കാണ്ട് കുറച്ച് നെല്ലിക്കന്റെ സുർക്കവെള്ളവും കഴിച്ചാണ്ട് സോഡ കഴിച്ചാണ്ട് മൂപ്പര ഇളക്കണ്ട ഇളക്കിക്കാണ്ട് ജബറൻ ഒരു ഐറ്റാണ് കുട്ടിച്ചാലുണ്ടല്ലോ സാറേ. ആ ഒരു ക്ഷീണം മാറാൻ ഇത് മതി. അപ്പോഴും അസീബ് തംസപ്പിട്ട് അതിലെ പായോ തിരക്കുള്ള മനസ്സിൽ എന്റെ ദൗത്യം ലോഡിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിക്കാണ്ട് ആഷിറിനോട് പറഞ്ഞു ഇനി വിട്ടോ ബാക്കി എന്റെ ഏർപ്പാടാണ്, ഇജ്ജ് ബാംഗ്ലൂർ പോയി സെറ്റപ്പ് ആക്കാനാണ്. ആഷിറിനെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ടും പോകുന്നു. ആഷിർ ബാംഗ്ലൂരും പോയി. ഡ്രൈവർ കാക്കാക്ക് ഒരു താറ്റും കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ജില്ലാ കോടതിന്റെ അടുത്ത് ലേറ്റ് ഔട്ടില്ല. അവിടെ കയറി ഞാനും അസീബ്. ഇവിടുത്തെ നെയ്ച്ചോറും കുറുമിണ്ടല്ല സാറേ, ഒരു രക്ഷയില്ലല്ലോ. ഇവിടുത്തെ ഫാൻസിനെ ഒന്ന് കൈയടിച്ചോളൂ. നമ്മൾ പറഞ്ഞത് ബീഫ് കുറുമയും നെയ്ച്ചോറും ചിക്കൻ കുറുമയും ചിക്കൻ പൊരിച്ച കുറുമയത്ത് ഒരു പീസ് എടുത്തുകാണ്ട് റൈസും കൂട്ടിക്കാണ്ട് ഒറ്റ പുടി കഴിഞ്ഞില്ല. പപ്പടും ചമ്മന്തിയും ബീഫും ചിക്കനും കൂട്ടി പിടിച്ചാണ്ട് ഒരു പുടുത്തു. എന്നിട്ട് തൊള്ളേക്കുണ്ട വെച്ചാലുണ്ടല്ലോ ലാസ്റ്റ് ലൈമ കുടിച്ച് റാഹത്തുബന് ബർക്കത്ത ഞങ്ങൾ പാഞ്ഞു. അച്ചോടെ പറ്റിച്ചില്ല. തള്ളിന്നൊരു ബോക്സ് എടുക്കാൻ മറന്നേ. ആ ബോക്സ് എടുത്താൽ ഞാനും ഒന്ന് ബൈക്കും വെച്ച് കണ്ട് വണ്ടി എവിടോ കുന്നമംഗലത്തിനല്ലോ വണ്ടി. ഇങ്ങോട്ട് അതിന്റെ ബാക്കിൽ വലിച്ചു പിടിച്ച് പായ. എന്നിട്ട് നോക്കിയാൽ നമ്മളൊക്കെ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ വീണ്ടും ആശ്രന്റെ കണ്ട് ആശ്രന്റെ ബോക്സ് ഏൽപ്പിച്ചാണ് സേഫാക്കി എത്തിക്കാറുണ്ട്. ഞങ്ങൾ മടങ്ങി. അവനെ വീണ്ടും പറഞ്ഞിട്ട് ഞാനും അസീബ് നാട്ടിൽ മടങ്ങുമ്പോഴാണ് സിനിമ പായസം കാണുന്നത്. അവിടുന്ന് നല്ല ഫ്രൂട്ട് പായസം കുടിച്ചാണ്ട് റാത്തുബന് ബർക്കത്താക്കിയാണ്ട് വീട്ടിൽ പാഞ്ഞി.